കെ എം ഷാജഹാൻ, ഈ സംസാരം, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ചില പ്രതികരണങ്ങൾ അങ്ങ് കണ്ടു കാണും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ GCD ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. പക്ഷേ ഇവിടെയും സർക്കാർ പറയുന്നത് ഇങ്ങനെയൊരു ആരെങ്കിലും ഒരു അവതാരങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഒരു അവതാരങ്ങൾ വരുമ്പോൾ അവരെ അങ്ങ് വിശ്വസിക്കുന്ന രീതിയിലേക്കാണ്. ഇപ്പോൾ സന്നിധാനത്ത് കണ്ടതും അതാണ്, ഇവിടെയും അതാണ്. അപ്പോൾ അതിന് പിന്നിലും കാട്ടുകൊള്ള, ഇവിടെയും വമ്പൻ കാട്ടുകൊള്ളയ്ക്ക് പദ്ധതി കിട്ടും. ശ്രീ ഷാജഹാൻ, വളരെ വേഗം. അല്ല ശ്യാംബാബു, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കട്ടെ, സലീം മടവൂർ ഇവിടെ നിന്ന് പറയുന്നത് എന്ന് എനിക്കത് ചിരിയാണ് എനിക്ക് തോന്നുന്നത്. മെസ്സി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മെസ്സിയെ കൊണ്ടുവരലല്ല ഈ കാട്ടുകള്ളന്റെ ലക്ഷ്യമെന്ന് ഈ സലീം മടവൂരിന് എന്താ മനസ്സിലാവാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ആൻഡോഗസ് എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളന്റെ ലക്ഷ്യം ഇതിന്റെ പേരിൽ കുറെ കോടികൾ ഉണ്ടാക്കുക, കുറെ കള്ളപ്പണം വെള്ളപ്പണമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ആൻഡോഗസിനുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ചൂരൽമലയുടെ കാര്യം പറഞ്ഞത്. ചൂരൽമലയിൽ ഇവൻ പറഞ്ഞല്ലോ 150 കോടിയുടെ ടൗൺഷിപ്പ് എന്ന്. എവിടെ ഒരു ചെറ്റക്കൂടിലെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ? പിന്നെ ശ്യാംബാബു പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിൽ 10 പൈസയുടെ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാതിരുന്നവന് അവന് ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ പീഠവും അതിന്റെ വാതിലും അതിന്റെ കട്ടളയെടുത്ത് കൊടുത്തവന്മാരാണ് ഇവന്മാര്. അതുപോലെ തന്നെ ഉള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരവതാരമാണ് ഈ ആൻഡോഗസ്. അവന്റെ പേരിലുള്ള കേസുകൾ എത്രയുണ്ടെന്നുള്ളത് ഈ സലീം മടവൂരിനോട് ആദ്യം ഒന്നെടുത്ത് പരിശോധിക്കാൻ പറ. അവൻ എത്രയോ പേരെ കൊള്ളയടിച്ചവനാണ്. അവനെതിരെ വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കേസുകളുണ്ട്. അതുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളതല്ല ഇവന്റെ ഉദ്ദേശം. ഇതിന്റെ പേരിൽ കുറെ കോടികൾ ഉണ്ടാക്കുക. 2, ഇതിന്റെ പേരിൽ കുറെ കള്ളപ്പണം വെള്ളപ്പണമാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മെസ്സിയുടെ ആരാധകനാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും മെസ്സിയുടെ ആരാധകനാണ്. രാത്രി ഇരുന്ന് അർദ്ധരാത്രിയൊക്കെ ഇരുന്ന് വേൾഡ് കപ്പ് ഒക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു തവണ മെസ്സി ഇവിടെ വന്നങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇയാളുടെ പേരിൽ കള്ളത്തരം കാണിക്കാന്നുള്ളത്. ഏറ്റവും വലിയ ഗതികേടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അവതാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവനെയൊക്കെ ചവിട്ടി ബൂട്ട് ഔട്ട് ചെയ്യുമായിരുന്നു പണ്ടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്യുതാനന്ദൻ 2 പതിറ്റാണ്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ബാലകൃഷ്ണനെ ജയിലിലാക്കിയത്. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തരം അവതാരങ്ങൾക്കാണ് ഇപ്പം പ്രഭവ സ്ഥാനം. നിങ്ങൾ ശബരിമലയുടെ കത്തിയെടുത്ത് നോക്ക്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവൻ ചെയ്തത് എന്താണ്? അവൻ ആരായിരുന്നു? അവൻ എന്താണ് അവിടെ റോളുള്ളത്? അവിടെ അവന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കൂടെ അവിടുത്തെ ഭരണാധികാരികളല്ലേ. അവിടെ പോലീസിന്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ADGP ഒരുത്തനുണ്ടായിരുന്നു. അവനല്ലേ ഈ അവതാരത്തിന് മുഴുവൻ സംരക്ഷണം കൊടുത്തത്. അവിടെ ശ്രീജിത്ത് അവിടെ അവതാരത്തിന് കൊടുത്തെങ്കിൽ ഇവിടെ പൂട്ട വിമലാദിത്യ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭൂലോക കള്ളനായിട്ടുള്ള ഇയാളുടെ ഉദ്ദേശം മെസ്സിയെ കൊണ്ടുവരലും ഇവിടെ ഫുട്ബോളിന്റെ ഒരു വലിയ കേന്ദ്രമാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെ വിശ്വസിപ്പിക്കാനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ, ഈ നിമിഷം അങ്ങയുടെ പ്രതികരണത്തിലേക്ക്.